എല്ലാവർക്കും നമസ്കാരം. ജയിലേൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് അറിയിപ്പുമായിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളിൽ അറിയിക്കാൻ വേണ്ടിയാണ്. നമുക്കറിയാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാണ് PSCയുടെ പ്രൊഫൈലിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് ഒറ്റ എക്സാമാണെന്ന് PSC ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതുകൂടാതെ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം ഏത് രീതിയിലാണ് അതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, അതുപോലെ അതിൻ്റെ നിയമന നില, അതിൻ്റെ സിലബസ്. അപ്പോൾ അതിൻ്റെ സിലബസുമായിട്ട് കണക്ട് ചെയ്തായിരിക്കും നമുക്കിനി പുതിയ സിലബസ് വരുവാണെങ്കിൽ തന്നെ വരികയുള്ളൂ അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിസംബർ 30 നമുക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്തത് PSC. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജനുവരി 29-നാണ്. ജനുവരി 29-നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജനുവരി 29-ന് മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഓൾറെഡി PSC പ്രൊഫൈലുള്ള കൂട്ടുകാർ 527/2024 എന്നുള്ള കാറ്റഗറി നമ്പർ ക്വിക്ക് സെർച്ചിൽ പോയിട്ടൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷനിലേക്ക് പോകും. അതിന് ശേഷം നമ്മൾ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, പുതിയതായിട്ട് PSC അപ്ലൈ ചെയ്യാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതെല്ലാം ചെയ്യുന്ന ശേഷം 527/2024 സെർച്ച് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നോക്കിക്കേ, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അതിൻ്റെ ഫേം. അതുപോലെ തന്നെ നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ. സാലറി വരുന്നത് 23,000 തൊട്ട് 23K തൊട്ട് 50,200 വരെ സാലറി സ്കെയിലുണ്ട്. നമുക്കിത് കേരളം മൊത്തം നടക്കുന്ന എക്സാമാണ്, ജില്ലാ തലങ്ങളിലായിട്ട് നടക്കുന്ന എക്സാമാണ്. നമുക്ക് എക്സാമുകൾ 2 രീതിയിൽ നടക്കും ഇല്ലേ. ഒന്നുകിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കും, കേരളം മൊത്തം ഒറ്റ പരീക്ഷ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നടക്കും. അതെങ്ങനെയായിരിക്കും, അപ്പോൾ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളും വേണ്ടി ആ കുറച്ചൊരു വേക്കൻസിക്ക് വേണ്ടിയായിരിക്കും ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതാണെങ്കിൽ ജില്ലാ തലങ്ങളാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും സെപ്പറേറ്റ് വേക്കൻസീസ് ഇട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതാത് ജില്ലകളിലുള്ള ഉദ്യോഗാർത്ഥികളാണ് കോമ്പറ്റീഷൻ വരുള്ളൂ. ഇപ്പോൾ സപ്പോസ് തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലുള്ള ഉദ്യോഗാർത്ഥികൾ തമ്മിലാണ് കോമ്പറ്റീഷൻ വരികയുള്ളൂ, ജില്ലാ തലമായതുകൊണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആണെങ്കിൽ മൊത്തം ഒരു 1000 വേക്കൻസി ഉണ്ടെങ്കിൽ 1000 വേക്കൻസിക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും അതിനു വേണ്ടിയായിരിക്കും പരിശ്രമിക്കുക. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. സ്റ്റേറ്റ് വൈഡ് അപേക്ഷിച്ച് ഡിസ്ട്രിക്ട് വൈസ് എക്സാംസ് കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ LD കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമന ചാൻസ് ഉള്ളത് സെയിൽസ്മാൻ ആണ്. പക്ഷെ നിലവിലെ സാഹചര്യം, നിലവിലെ ലിസ്റ്റ് കുറച്ച് ഡള്ളായിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെ നമുക്ക് പറയാം എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ. പിന്നെ നമ്മൾ പറയാനുള്ളത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് സാധാരണ എക്സാം പോലെ തന്നെ 18-36 ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC/ST ആണെങ്കിൽ 5 വർഷം എക്സ്ട്രാ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ ചോദിച്ചാൽ SSLC പാസ്സാണ്. 10th ലെവൽ എക്സാമാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. OMR എക്സാമാണ്. നമുക്ക് എക്സാം ഏകദേശം ഇപ്പോൾ PSC പറഞ്ഞിരിക്കുന്നത് പ്രകാരം ആഗസ്റ്റിന് ശേഷം, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ മാസങ്ങളിലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒറ്റ എക്സാമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇപ്പോൾ തൊട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇനി നമുക്ക് ഡയറക്റ്റ് സിലബസിലേക്ക് പോകാം. കഴിഞ്ഞ വർഷം ഏത് രീതിയിലാണ് എക്സാം കണ്ടക്ട് ചെയ്തത് PSC? കഴിഞ്ഞ തവണ ഉള്ളത് 105/2020 അതായിരുന്നു കാറ്റഗറി നമ്പർ. 105/2020 ആയിരുന്നു കാറ്റഗറി നമ്പർ. ചരിത്രം 4 മാർക്കിനുണ്ടായിരുന്നു. ഭൂമിശാസ്ത്രവും സെയിം വെയിറ്റേജ് ആണ്, 4 മാർക്ക്. എക്കണോമിക്സ് 4 മാർക്ക്. ഭരണഘടന 4 മാർക്ക്. കേരളം ഭരണവും ഭരണ സംവിധാനവും, കേരള ഗവേണൻസ് 3 മാർക്ക്. ബയോളജി ആണെങ്കിൽ 4, ഭൗതികശാസ്ത്രം 3, രസതന്ത്രം 3. ഓക്കെ, കലാ, കായികം, സാഹിത്യം, സംസ്കാരം 4 മാർക്ക്. കമ്പ്യൂട്ടർ IT 3 മാർക്ക്. സുപ്രധാന നിയമം 4 മാർക്ക്. അത്ര ഓക്കെ അല്ലേ? അപ്പോൾ സയൻസ് വിഭാഗത്തിൽ നിന്ന് സയൻസ്, ബയോളജി, അതുപോലെ കെമിസ്ട്രി, ഫിസിക്സ് ഇതിൽ നിന്നായിട്ട് ടോട്ടൽ 10 മാർക്കുണ്ട്. 4, 3, 7, 3 10 മാർക്കുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സയൻസ് എന്ന് പറയുന്നത്. അതല്ലാതെ ഇമ്പോർട്ടൻ്റ് മെയിനായിട്ട് വരുന്നത് ശ്രദ്ധിക്കുക, ആനുകാലിക വിഷയം 10 മാർക്കുണ്ട്. അതുപോലെ മാത്സ് 10 മാർക്കുണ്ട്. ജനറൽ ഇംഗ്ലീഷ് 10 മാർക്കുണ്ട്. മലയാളം പ്രാദേശിക ഭാഷ 10 മാർക്കുണ്ട്. പിന്നെ ഭക്ഷ്യ പൊതുവിതരണ സപ്ലൈകോയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്ക് 20 മാർക്കിനുണ്ട്. അപ്പോൾ ഇത്രയും സെക്ഷനിൽ നിന്ന് തന്നെ 10, 20, 30, 40, 60 മാർക്ക്
ആ ഒരു ഏരിയയിൽ നിന്ന് തന്നെയുണ്ട്. ഓക്കെ, 60 മാർക്ക്. അതല്ലാതെ സയൻസിൽ നിന്ന് 10 മാർക്കുണ്ട്. അപ്പോൾ ടോട്ടൽ 70 മാർക്ക് അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ ഏരിയ, ആ സബ്ജക്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കൂടുതൽ പഠിക്കുക. ഇനി നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ചരിത്രം നോക്കിയേ. ചരിത്രം യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, പിന്നെ തിരുവിതാംകൂർ, പിന്നെ നവോത്ഥാനം ഉണ്ടായിരിക്കും. 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രം. അതുപോലെ ഇന്ത്യ ചോദിച്ചാലും രാഷ്ട്രീയ ചരിത്രമായിരിക്കും. ബ്രിട്ടീഷ് ആധിപത്യം പറയും, സ്വാതന്ത്ര്യ സമരം പറയും, INC പറയും, നവോത്ഥാനം, ഇന്ത്യൻ നവോത്ഥാനം പറയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും. എല്ലാ എക്സാമുകൾക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ലോകം ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾ, ഇംഗ്ലണ്ടിൻ്റെ മഹത്തായ വിപ്ലവം തൊട്ട് അവസാനം രണ്ടാം ലോക മഹായുദ്ധം, അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ, UN സംഘടന, മറ്റ് സംഘടനകൾ, അതെല്ലാം ലോകത്തിൽ ചോദിക്കും. ഭൂമിശാസ്ത്രമാണെങ്കിൽ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറ, അതുപോലെ മാപ്പിംഗ്, ട്രോപ്പോഗ്രാഫിക് മാപ്പ്, അടയാളങ്ങൾ, വിദൂര സംവേദനം, അങ്ങനെയുള്ളതൊക്കെയാണ്. ഇന്ത്യ ചോദിച്ചാൽ ഇന്ത്യയിലെയും ഭൂപ്രകൃതി, നദികൾ, കാലാവസ്ഥ. കേരളത്തിലും സെയിം കൺസെപ്റ്റ്, സെയിം ഭൂപ്രകൃതി, ജില്ലാ സവിശേഷത, നദി, കാലാവസ്ഥ, ധാതു, വ്യവസായം. ഇന്ത്യയിലും ധാതു വ്യവസായം വരും കേട്ടോ. ഇന്ത്യൻ വ്യവസായങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും. ധനതത്വശാസ്ത്രമാണെങ്കിൽ സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം, അതൊക്കെയാണ്. ഭരണഘടന ചോദിച്ചാൽ ഭരണഘടന നിർമ്മാണ സമിതി തൊട്ട് ആമുഖം, പൗരത്വം, നിർദ്ദേശകത്വം, ഭരണഘടന, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, ഭേദഗതികൾ, പഞ്ചായത്ത് രാജ്, ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻ ലിസ്റ്റ്, അങ്ങനെ 3 ലിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഏകദേശം സെയിം ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന മെയിൻ ടോപ്പിക്കുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ്, കഴിഞ്ഞ തവണ നടന്ന എക്സാമിന്റെ സിലബസ് ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഇത്തവണയും PSC സിലബസ് ഇറക്കുകയുള്ളൂ. ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരും. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം ഔട്ട് ചെയ്യും. ഇനി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഭക്ഷ്യ പൊതുവിതരണം, സപ്ലൈകോ എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ. 20 മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് 4 ടോപ്പിക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. 4 ടോപ്പിക്കിൽ നിന്നും 5 മാർക്ക് വെച്ച്. ഫസ്റ്റ് ടോപ്പിക്ക് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോയുമായി ബന്ധപ്പെട്ട 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ കേരള ആൻഡ് ഫുഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, കേരളത്തിലെ പൊതുവിതരണ സംവിധാനവും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരിക്കും. 5 മാർക്കാണ് അതിനും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കസ്റ്റമർ റിലേഷൻ 5 മാർക്ക്. പിന്നെ ചില്ലറ വ്യാപാരം, വിപണനം, കച്ചവട തന്ത്രമൊക്കെ 5 മാർക്ക്. അപ്പോൾ ടോട്ടൽ 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി കഴിഞ്ഞ തവണ നടന്ന എക്സാം 105/2020 ആണ് അല്ലേ? ആ എക്സാമുമായി ബന്ധപ്പെട്ട അതിന്റെ നിയമനം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് എറണാകുളം ജില്ലയാണ്. ഏതെങ്കിലും ഒരു ജില്ല ഞാൻ ജസ്റ്റ് എടുത്തു എന്നുള്ളൂ. ഇതിൽ മെയിൻ എക്സാം നടക്കാൻ നേരത്ത് 57, 66 റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത് കഴിഞ്ഞ തവണ. ഓക്കെ, ഓരോ ജില്ലയിലും വ്യത്യസ്ത കട്ട് ഓഫ് ആണ് വന്നിരുന്നത്. അപ്പോൾ വേക്കൻസിക്ക് അനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത് കേട്ടോ. അതുപോലെ കോമ്പറ്റീഷനൊക്കെ അനുസരിച്ച് കട്ട് ഓഫ് മാറി മാറി വരും. കഴിഞ്ഞ തവണ വന്നത് 57, 66 റേഞ്ചിലാണെങ്കിലും ഇത്തവണ അതിൽ നിന്നൊക്കെ വേരി ചെയ്യാം. അതിൽ നിന്ന് കൂടുതൽ നമുക്ക് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. കാരണം കോമ്പറ്റീഷൻ കൂടിയാണ് വരുന്നത്. ഓരോ വർഷം കഴിയുന്നതോറും കോമ്പറ്റീഷൻ കൂടിയാണ് വരുന്നത്. പിന്നെ അത്ര നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ മാത്രമാണ് കട്ട് ഓഫ് കുറയുകയുള്ളൂ. അപ്പോൾ കട്ട് ഓഫ് കുറയുമെന്ന് വിചാരിച്ചാലും സ്ലോ ആക്കരുത്. കട്ട് ഓഫ് കൂടുമെന്ന ഒരു ധാരണയിൽ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. ഇവിടെ എറണാകുളത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 185 വരെ ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ട്. 826 SC വിളിച്ചിട്ടുണ്ട്. 826 റാങ്കുള്ള ആളെയാട്ടോ വിളിച്ചിട്ടുള്ളത്. അതല്ലാതെ 826 പേര് പോയിട്ടുണ്ടെന്നല്ല. ഓപ്പൺ കാറ്റഗറി ആണെങ്കിൽ 185 വരെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ST ആണെങ്കിൽ 3, മുസ്ലിം ആണെങ്കിൽ 221 റാങ്കുള്ള ആളെ വരെ വിളിച്ചിട്ടുണ്ട്. OBC ആണെങ്കിൽ 496. ഓക്കെ, ഇനി നമുക്ക് ഈ റാങ്ക് ലിസ്റ്റ് എന്ന് വരെയുണ്ട്, എന്നാണ് ഔട്ട് ചെയ്തത് അത് നോക്കാം. ഇത് ഔട്ട് ചെയ്തത്, ഈ റാങ്ക് ലിസ്റ്റ്, നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ഔട്ട് ചെയ്തത് 2023 മെയ് 9-നാണ്. ഓക്കെ, 3 വർഷം കാലാവധി ഉണ്ട്. ഓക്കെ, അപ്പോൾ 2027 വരെ കാലാവധി ഉണ്ട്. ഇപ്പോൾ 2025 അതായത് ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷം പോലും ആയിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഓപ്പൺ കാറ്റഗറി എറണാകുളം ജില്ലയിൽ 185 പോയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ അതിൽ കൂടുതൽ ഓപ്പൺ കാറ്റഗറി പോയിട്ടുണ്ടാവും. ഓരോ ജില്ലകളിലും ഞാൻ പറഞ്ഞില്ലേ വ്യത്യസ്തമായിരിക്കും നിയമനം നടക്കുന്നത്. അപ്പോൾ നിലവിൽ വേക്കൻസീസ് ഉണ്ടെങ്കിലും കുറച്ച് ധനപ്രതിസന്ധിക്ക് കാരണം സ്റ്റേ ചെയ്ത് വച്ചിരിക്കുകയാണ് കുറച്ച് നാളത്തേക്ക് വേണ്ടി. ഇപ്പോൾ നിലവിലെ ലിസ്റ്റിൽ നിന്ന് നിയമനം ഇപ്പോൾ നടക്കുന്നില്ല. അവസാനമായിട്ട് നിയമിച്ചത് നമുക്കറിയാം, അവസാനമായിട്ട് അഡ്വൈസ് പോയത് 7/2024
ജൂലൈയിലാണ് എന്ത് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം, അതായത് നമ്മളിനി എഴുതാൻ പോകുന്ന എക്സാം ഇതേ രീതിയിലാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നിയമനവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ നിലവിലുള്ള ലിസ്റ്റ് ആണെങ്കിൽ കൂടി ഒരു വർഷത്തിനുള്ളിൽ തന്നെ 185 പേരെ ഓപ്പൺ കാറ്റഗറിയിൽ നിയമിച്ചു. അതായത് 200 മേലുള്ള ആൾക്കാർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ. അപ്പോൾ 3 വർഷം കൂടാൻ നേരത്തെ അതിന് നമുക്ക് 3 വെച്ച് കുടിച്ചാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് 600 അല്ലേ പ്രതീക്ഷിക്കാം. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ ഒരു 400 ആണെങ്കിൽ നമുക്ക് ജോലി കിട്ടുമെന്ന് പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ JLN PSC അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്